ഇപ്പോൾ ഹജ്ജിന്, ഉംറക്ക് ഒക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന സമയമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൽ ഹാജു, ഹജ്ജ് ചെയ്യാൻ പോകുന്നവരും, വൽ ഉമ്മാറു, ഉംറ ചെയ്യാൻ പോകുന്നവരും, വഫ്തുല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള നിവേദക സംഘമാകുന്നു. അള്ളാഹുവിലേക്കുള്ള നിവേദക സംഘമാകുന്നു എന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് 2 3 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവർ പോകുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അവർ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാനും കൂടിയാണ് അവർ പോകുന്നത്. നമ്മുടെ നാടിന് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യാനും കൂടിയാണ് അവർ പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന, കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ നിവേദക സംഘമാണ്, നമുക്കും കൂടി ദുആ ചെയ്യാൻ പോകുന്ന സംഘമാണ് ആര്? ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവർ. അതാണ്. എന്നിട്ട് എന്താണ് അവരെ പ്രത്യേകത? ഇൻ ദഅൗഹു അജാബഹും, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും അല്ലാഹു തആല. അവർ ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവർ ഹജ്ജിന് പോയി വരുന്നത് വരെ അവരെ ദുആ സ്വീകരിക്കപ്പെടും എന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ദഅൗഹു അജാബഹും, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്ന്. എന്നിട്ട് പറയാണ്, അപ്പോൾ അവരെ ദുആക്കുന്നുണ്ട്, ഉത്തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകളുടെ ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനത്തെ ഒരു സംഘമാണത്. എന്നിട്ടോ വ ഇനിസ്തഗ്ഫിറൂഹു ഗഫറ ലഹും, അള്ളാഹുവിനോട് അവർ പാപമോചനം തേടിയാൽ പൊറുക്കപ്പെടുകയും ചെയ്യും. നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അവരെ ദുആ കാരണം പൊറുക്കപ്പെടും, അവരെ ദുആക്ക് ഉത്തരമുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അതുപോലെ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ എല്ലാ കാര്യത്തിനു വേണ്ടിയും നമുക്ക് അവരോട് ദുആ ചെയ്യാൻ പറയാം. അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഹജ്ജിന് പോകുന്നവരോട് നമ്മൾ ദുആ ചെയ്യാൻ പറയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് നമ്മുടെ നാടുകളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഹജ്ജിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ദുആ ചെയ്യാൻ പറയണം. നമ്മൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. പല നാടുകളിലും ഹജ്ജിൻ്റെ യാത്രയപ്പുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരെ ഏൽപ്പിക്കുക. നാടിനും നാട്ടുകാർക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി, പള്ളിക്കും മദ്രസക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഹജ്ജിന് പോകുന്നവരോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. എന്തിനാ? അവരെ ദുആക്ക് ഉത്തരമുണ്ട്, അതുകൊണ്ടാണ്. മാത്രമല്ല, ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 15ഓളം സ്ഥലങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അവർ ദുആ ചെയ്യും. അവർക്ക് തന്നെ ദുആക്ക് ഉത്തരമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലത്തും കൂടി ആകുമ്പോഴോ അതിന് പവർ കൂടുകയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് വേണ്ടി അവർ ദുആ ചെയ്യും.
അവരോട് നമ്മളിപ്പോൾ ദുആ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ ഉദ്ദേശമൊക്കെ വെച്ച് അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പറയും തന്നെ, എന്നോട് ദുആ കേൾപ്പിച്ച ആളുകൾ അവരെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ, അവരെ പ്രയാസങ്ങളൊക്കെ തീർക്കണേ, രോഗങ്ങളൊക്കെ ശിഫാക്കണേ, അവർക്കും ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് കൊടുക്കണേ എന്നൊക്കെ ഓല് ദുആ നമുക്കതിന് ഉത്തരം കിട്ടും, നമുക്കതിന് ഫലം കാണും. കാരണം അവർ ദുആക്കുത്തരമുള്ളവരാണ്, ആ സ്ഥലങ്ങളും ദുആക്കുത്തരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പിന്നെ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഹജ്ജിന് പോയി വന്നവരോട് ചോദിച്ചാൽ അറിയാം, ഹജ്ജിന് പോയി വന്നവരോട് ചോദിച്ചാൽ അറിയാം, അവർ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും അവിടെ പോയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോയി വന്നവർ, ഉംറക്ക് പോയി വന്നവരൊക്കെ അതവർക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഒന്നോ രണ്ടോ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ്, ഉത്തരം കിട്ടും. എന്താണോ അവിടെ പോയിട്ട് ദുആ ചെയ്ത് അത് അവർക്ക് സ്വന്തം കാര്യങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ദുആ ചെയ്യണം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. ആർക്ക്? നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് അങ്ങ് വിട്ടാൽ പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അവരെ യാത്ര എളുപ്പമാവാനും പോയതിന് ശേഷവും ദുആ ചെയ്യണം. പോകുന്നതിൻ്റെ മുമ്പും പോയതിന് ശേഷമൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അവർക്ക് യാത്ര എളുപ്പമാവാനും അമലുകളൊക്കെ റാഹത്തായി ചെയ്യാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാനും സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഹജ്ജ് ഉംറ സിയാറത്തൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ദുആ ചെയ്ത് കൊടുക്കണം. അവർക്ക്, നമുക്ക് അവർ ദുആ ചെയ്യുന്നു, നമ്മൾ അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. അങ്ങനെ വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മക്ക, മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലും അവർ ദുആ ചെയ്യും. അവിടൊക്കെ ഇജാബത്തുള്ള സ്ഥലമാണ്. ഇജാബത്ത് കിട്ടുന്ന ആളുകൾ ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഹജ്ജിന് പോകുന്നവരോട് നമുക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് നമ്മൾ പറയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും റാഹത്തായ നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവരെ ദുആകളിൽ നമ്മളെ മറക്കാതെ ഉൾപ്പെടുത്താൻ ഉള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ.